ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയെന്ന് പറയുന്നത് പഴഞ്ചൊല്ലിലെ മധുര കഥകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്നെടുത്തൊരു കഥയാണ്. ഈ പുസ്തകത്തിൽ ഈ കഥയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് മുക്കുവത്തിയും ചെമ്മീനും എന്നാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ? കേൾക്കാൻ കൗതുകമായി കാണും, ആകാംക്ഷയായി കാണും. എന്തായാലും നമുക്ക് കഥയിലോട്ട് കിടക്കാം. പണ്ട് നടന്നൊരു സംഭവമാണ്. ഒരു സ്ഥലത്ത് ഒരു രാജ്യത്തെ ഒരു രാജാവിൻ്റെ കഥയാണിത്. രാജാവിൻ്റെ മാത്രം കഥയല്ല കേട്ടോ, അതിനോടൊപ്പം രാജാവിൻ്റെ ഭാര്യയുടെയും കഥയാണ്. ഈ ഭാര്യയുടെയും കൂടെ കഥയെന്ന് പറയാൻ കാരണം, രാജ്ഞി പദത്തിലെത്തിയ ആ സ്ത്രീയുടെ വിശേഷമാണ് ഈ കഥയിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ കഥയിലെ പ്രധാന കഥാതന്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രാജ്ഞിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കൗതുകമായി കാണും അല്ലേ? നമുക്ക് ഇനി കഥയിലോട്ട് കിടക്കാം. വളരെ യാദൃശികമായി ഈ പറഞ്ഞ രാജാവ്, അല്ലെങ്കിൽ ആകസ്മികമായി ഈ രാജാവ് സുന്ദരിയായ ഒരു മുക്കുവ സ്ത്രീയെ കണ്ടു. അതായത് ആ രാജാവ് ഒരു മുക്കുവ സ്ത്രീയെ ആകസ്മികമായി ആണ് കണ്ടത്. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ രാജാവ്, ഇവൾ മുക്കുവ സ്ത്രീയാണല്ലോ, തൻ്റെ കുലത്തിനും സ്ഥാനത്തിനും ചേരുകയില്ലല്ലോ എന്നൊന്നും ആലോചിച്ചില്ല. പ്രത്യേകിച്ച് ആ കാലത്ത്, ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് ഇത്തരം വിവേചനങ്ങളൊക്കെ ധാരാളം ഉള്ളൊരു കാലമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹം അങ്ങനെയൊന്നും ആലോചിച്ചില്ല. കാഴ്ചയിൽ ചന്തം തോന്നിച്ച അവളെ വിവാഹം കഴിച്ചു. ഇത് തനിക്ക് കിട്ടിയ മഹാഭാഗ്യമെന്നല്ല അവൾക്ക് തോന്നിയത്, മറിച്ച് താൻ രാജ്ഞിയാവാൻ അർഹതയുള്ളവളാണ് എന്നാണ് അവർ കരുതിയത്. തൻ്റെ കഴിഞ്ഞ കാലമോ മുക്കുവ സ്ത്രീയായിരുന്ന കാര്യമോ അവൾ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറേ മുക്കുവ സ്ത്രീകൾ അവളെ കാണാൻ കൊട്ടാരത്തിലെത്തി. അവർ രാജ്ഞിയുടെ സ്വന്തക്കാരും അയൽക്കാരുമായിരുന്നു. ഭാര്യയുടെ ബന്ധുജനങ്ങളെ രാജാവ് സ്നേഹപൂർവ്വം സ്വീകരിച്ച് കൊട്ടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരെ കാണുമ്പോൾ സന്തോഷം തോന്നുമല്ലോ. എന്നാൽ രാജ്ഞി അവരെ കണ്ടിട്ടും അറിയാത്ത ഭാവം നടിച്ചു. ആരാ? എന്താ? എവിടുന്നാ? എന്തിനാ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവൾ അവരോട് ചോദിച്ചത്. വന്ന സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. സന്ദർശകരായ മുക്കുവ സ്ത്രീകൾ മുഖത്ത് അടിയേറ്റ പോലെ നിന്നുപോയി. അവർ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അതൊന്നും ഓർമ്മയില്ലാത്ത മട്ടിലാണ് രാജ്ഞി പെരുമാറിയത്. രാജാവിൻ്റെ സ്നേഹവും പരിഗണനയും അവർക്ക് സന്തോഷം പകർന്നെങ്കിലും രാജ്ഞിയുടെ അവഗണന അവരെ വേദനിപ്പിച്ചു. എത്രയും പെട്ടെന്ന് തിരികെ പോകാനായി അവരുടെ ശ്രമം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്നായി. എന്തായാലും പോകും മുമ്പ് തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സമ്മാനപ്പൊതി അവർ രാജ്ഞിക്ക് നൽകി. അത് നിറയെ നല്ല ചെമ്മീൻ ഉണങ്ങിയതായിരുന്നു. അതായത് കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ ഉണക്കിയതായിരുന്നു. എത്രയോ നാൾ അവർക്കൊപ്പം ചെമ്മീൻ കഴുകിയും ഉണക്കിയും കഴിഞ്ഞ ആളാണ് ഈ രാജ്ഞി. ചെമ്മീൻ കാണുമ്പോൾ രാജ്ഞിക്ക് സന്തോഷമാകുമെന്നവർ കരുതി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. 2 വിരൽ ചേർത്ത് ഒരു ചെമ്മീൻ എടുത്ത് ഉയർത്തിയ ശേഷം രാജ്ഞി അവരോടൊരു ചോദ്യം എറിഞ്ഞു. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഇത് താനേ വളഞ്ഞതോ വളച്ച് വളഞ്ഞതോ? ചോദ്യം കേട്ട് ആരും ഒന്നും മിണ്ടാതെ നിൽപ്പായി. ഇതിനു മുമ്പ് ചെമ്മീൻ കണ്ടിട്ടില്ലെന്നും ചെമ്മീൻ്റെ വളവ് താനേ ഉണ്ടായതാണോ അതോ ആരെങ്കിലും അങ്ങനെ വളച്ചു വെച്ചതാണോ എന്ന മട്ടിലുള്ള ചോദ്യം രാജാവും കേട്ടു. ഇത് അറിവില്ലായ്മയല്ല, അഹങ്കാരമാണെന്ന് രാജാവിന് മനസ്സിലായി. ഇത്രയും അഹന്ത ആർക്കും നന്നല്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ശരീരത്തിൻ്റെ സൗന്ദര്യം മനസ്സിനുമില്ലെങ്കിൽ കാര്യമില്ലെന്ന് രാജാവിന് തോന്നി. അദ്ദേഹം ആ മുക്കുവ സ്ത്രീയെ
രാജ്ഞി പദത്തിൽ നിന്ന് പുറത്താക്കി. ഏത് തൊഴിലും നല്ലതാണ്, താഴ്ന്ന നിലയിലുള്ള ജീവിതവും ആദരണീയം തന്നെ. പക്ഷേ എത്ര ഉയർന്ന പദവിയിലായാലും അഹങ്കാരം പുലർത്തിയാൽ അത് ആപത്തിലേ കലാശിക്കുകയുള്ളൂ. ഈ കഥയിലെ പഴഞ്ചൊല്ലി ഇങ്ങനെയാണ്: താനേ വളഞ്ഞതോ വളച്ചു വളഞ്ഞതോ. ഇത്രയുമാണ് കഥ. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു കഥയാണ്. എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥാനത്ത് എത്തിപ്പെടുമ്പോൾ പിന്നെ അവരുടെ മുൻകാല ജീവിതം മറച്ചു വെക്കാനുള്ള തീവ്രമായ ശ്രമമാവും. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു തോന്നലുണ്ട്, ഒരു അപകർഷാബോധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തങ്ങളുടേത് ഒരു കുറഞ്ഞ ജീവിതമായിരുന്നു എന്നുള്ളത്. അത് അവരുടെ പ്രത്യേക മാനസിക അവസ്ഥയാണ്. രാജാവിന് അങ്ങനെ ഇല്ല. രാജാവ് അതൊക്കെ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശം അവസ്ഥയല്ല എന്നൊന്നും അദ്ദേഹം കരുതിയിട്ടില്ല. ആദരവോടെയാണ് അവരെ കല്യാണം കഴിച്ചതും കൂട്ടിക്കൊണ്ട് വന്നതും. പക്ഷേ അവരിലെ അപകർഷാബോധം അവരെ വല്ലാതെ കുഴപ്പങ്ങളിലേക്കൊക്കെ കൊണ്ട് എത്തിക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇത്തരം രീതികൾ പലപ്പോഴും സ്വയം മറന്നു പോകുന്ന അവസ്ഥ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. മനുഷ്യർക്കിടയിലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു താഴെത്തട്ടിൽ നിന്ന് മേളെത്തട്ടിലെത്തുമ്പോൾ പിന്നെ അവിടുത്തെ ബന്ധങ്ങളും കൂട്ടുകാരുമൊക്കെ ഒരു കുറവ് പോലെ കാണുകയും അത് ഉൾക്കൊള്ളാനാവാതെ അവരെയൊക്കെ ഒഴിച്ച് നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും ഇത് മനുഷ്യ സഹജമായ കാര്യമാണ്. പലപ്പോഴും അതിൻ്റെ സാധാരണ മനുഷ്യർക്ക് അതിന് മുകളിലൊന്നും എത്താൻ സാധിക്കാറില്ല. ഇങ്ങനെ പെട്ടെന്ന് പണക്കാരാവുന്നവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഈ കഥയിൽ അത് വേറൊരു പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു എങ്കിലും വളരെ പെട്ടെന്ന് പണക്കാരാവുക, വളരെ താഴെത്തട്ടിൽ കിടന്നിട്ട് പെട്ടെന്ന് പണക്കാരാകുമ്പോൾ മേൽത്തട്ടിലോട്ട് വരുമ്പോൾ അവർക്ക് താഴെത്തട്ടിൽ ഉള്ള അവസ്ഥകളും അല്ലെങ്കിൽ ബന്ധുക്കളും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെ വളരെ സാധാരണമാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോഴും വളരെ പ്രസക്തമാണ്. ഇങ്ങനെ ഇപ്പോഴും ഇത്തരം മാനസികാവസ്ഥയിലൊക്കെ മനുഷ്യർ ചെന്ന് പെടാറുണ്ട്. രാജാവ് വളരെ വിശാലമായിട്ടാണ് ചിന്തിക്കുന്നത്. ആ സൗന്ദര്യത്തിൽ മയങ്ങിയാണ് അദ്ദേഹം അവരെ കല്യാണം കഴിക്കുന്നത്. അതുമാത്രമേ അദ്ദേഹം അന്ന് നോക്കിയിരുന്നുള്ളൂ. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ധാരണയൊന്നുമില്ല. പക്ഷേ ജീവിതം രാജാവിന് അത് കാട്ടിക്കൊടുക്കുകയാണ്. രാജാവിന് തന്നെ തോന്നിയാണ് ഇവർ അർഹയല്ല ഈ സ്ഥാനത്തിന്. ഈ സ്ഥാനത്തിരുന്നാൽ വീണ്ടും വീണ്ടും ഒട്ടേറെ കുഴപ്പങ്ങൾ അവർ സൃഷ്ടിക്കുമെന്ന് രാജാവിന് ബോധ്യമാവുകയാണ്. അവർ മറ്റുള്ളവരെയൊക്കെ പുച്ഛിക്കുകയും ഇകഴ്ത്തുകയും പരിഹസിക്കുകയും അവരേതോ ഒരു മാനസികാവസ്ഥയിലാണ്. ആ സ്ഥാനത്തെ അവർ ദുർവിനിയോഗം ചെയ്യുമെന്ന് രാജാവ് ഭയക്കുകയാണ്. അതായിരിക്കും രാജാവ് അതിൽ നിന്ന് പുറത്താക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ആ അപകർഷാബോധം ഉണ്ടായി എന്നുള്ളത് വ്യത്യസ്തമായ കാര്യമാണ്. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതൊരു മോശം പ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ മുക്കുവരുന്നോ അല്ലെങ്കിൽ മുക്കുവ തൊഴിൽ ഒരു മോശം തൊഴിലായിട്ട് വല്ലതും ആ കാലത്ത് കണക്കാക്കിയിരുന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനൊരു നമ്മൾ ഇപ്പോൾ കോംപ്ലക്സ് എന്നൊക്കെ പറയാറുണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് അവർ എത്തിച്ചേർന്നത്. പക്ഷേ നമ്മൾ പുരാണങ്ങൾ പരിശോധിച്ചാൽ മഹാഭാരതം എഴുതിയതാരാണ്? വ്യാസനാണ്. വ്യാസൻ ആർക്ക് ജനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനിയായ പരാശരനും മുക്കുവ സ്ത്രീയായ സത്യവതിക്കും പിറന്നതാണ് വ്യാസൻ. അതായത് മഹാഭാരതം എഴുതിയ വ്യാസൻ ജനിച്ചത്. ഇത് കണക്ക് ആകർഷണത്വം തോന്നിയതാണ് സത്യവതിയോട് പരാശരന്. അതിൽ പിറന്ന സന്തതിയാണ് വ്യാസൻ. വ്യാസനാണ് ഇന്ത്യയിലെ ബൃഹത്തായ പുരാണമായ മഹാഭാരതം രചിച്ചത്. മഹാഭാരതത്തിൽ പെടുന്നതാണ് ഭഗവത്ഗീത. എന്തുമാത്രം കഥാപാത്രങ്ങളും അല്ലേ, നാടകീയതയും മനുഷ്യർ തമ്മിലുള്ള പോരാട്ടവും ചതികളും ഒക്കെ വഞ്ചനയും കുടിലബുദ്ധിയും ഒക്കെ അല്ലേ നമ്മൾക്ക് ഈ മഹാഭാരതത്തിൽ കാണാൻ കഴിയും. എത്ര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളാണ് അതിലൂടെ കടന്നത്. മനുഷ്യൻ്റെ എല്ലാത്തരം സ്വഭാവങ്ങളും അതിലൂടെ ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരു തൊഴിലും മോശമല്ല അല്ലേ. ഈ പറഞ്ഞ ജാതീയമായിട്ട് പല പല തട്ടിൽ മനുഷ്യരുണ്ടായിരുന്ന കാലത്തും ഇത്തരം വിവാഹങ്ങളൊക്കെ നടന്നിരുന്നു. ഇത്തരം ഞാൻ ഉദ്ദേശിച്ചത് ഇത് കണക്കുള്ള
ഒരു മഹത്തായ കൃതി വ്യാസൻ രചിച്ച ആ വ്യാസൻ്റെ അമ്മ പോലും ഇത് പറഞ്ഞവർക്ക് മുക്കുവ സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം ജാതീയത പറയുമ്പോൾ അതിനകത്തൊക്കെ വലിയ അടിസ്ഥാനമില്ലെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും ഈ കഥയിൽ ഞാൻ പെട്ടെന്ന് ഈ കഥയിൽ നിന്ന് നമ്മളൊന്ന് മാറി വേറിട്ട് ചിന്തിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ വർത്തമാനകാലത്തിലോട്ടൊന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ രാജാവ് ഒരു സ്ത്രീയെ കണ്ട് മോഹിച്ച് കല്യാണം കഴിക്കുകയാണ്. പക്ഷേ വർത്തമാനകാലത്ത് സ്ത്രീകളുടെ ഒന്നും അവസ്ഥ അത്ര ശുഭമൊന്നുമല്ല, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സാഹചര്യത്തിലൊക്കെ. ഇടയ്ക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു വാർത്ത എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഈ 1ാം റാങ്ക് നേടിയ ഡോക്ടർ സ്ത്രീധനം ചോദിച്ചത് 50 കോടിയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ എയിംസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്, ഇന്ത്യയിലെ ഒരു മഹത്തായ സ്ഥാപനമാണ്. അവിടെ നിന്ന് ഇറങ്ങുന്ന ഡോക്ടർമാർക്കൊക്കെ വലിയ പ്രഗത്ഭരാണ്, വലിയ കഴിവുള്ളവരായിട്ട് കണക്കാക്കുന്ന ഒരു സ്ഥാപനമാണ്. 1ാം റാങ്കോടെ പ്രവേശനം നേടിയ ഡോക്ടർ 50 കോടി രൂപ സ്ത്രീധനമായി ചോദിച്ചു എന്നൊരു വെളിപ്പെടുത്തലുണ്ടായി. ഡോക്ടർ ഫിനിക്സ് എന്ന യുവതിയാണ് തൻ്റെ സുഹൃത്തായ ഡോക്ടർക്കുണ്ടായ ഇത്തരം കൈപ്പേറിയ അനുഭവം, ദുരനുഭവം സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. അതിനെക്കുറിച്ചൊരു അനുഭവക്കുറിപ്പ് എഴുതി. സ്ത്രീധനത്തിൻ്റെ ആവശ്യം കേട്ടപ്പോൾ മുതൽ ആ സുഹൃത്ത് പൊട്ടിക്കരയുകയായിരുന്നെന്ന് അവർ അതിനകത്ത് വെളിപ്പെടുത്തിയത്. എയിംസ് പ്രവേശനത്തിൽ 1ാം റാങ്ക് നേടിയ ഒരാളുമായി അവരുടെ സുഹൃത്ത് വിവാഹ ആലോചന നടത്തിയെന്ന് ഈ ഡോക്ടർ ഫീനിക്സ് വെളിപ്പെടുത്തി. അപ്പോൾ ഈ സുഹൃത്ത് നിലവിൽ അനസ്തേഷ്യയിൽ MD ചെയ്യുന്ന വ്യക്തിയാണ്, അതായത് ഒരു ഡോക്ടറാണ്. അനസ്തേഷ്യയിൽ MD ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. കൂടാതെ ഹൈദരാബാദിൽ കരൾ മാറ്റിവെക്കൽ അനസ്തേഷ്യയിലും ഫെലോഷിപ്പുമായി കൂടുതൽ സ്പെഷ്യലൈസും ചെയ്യുന്നു. അപ്പോൾ ഒരു ഡോക്ടർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ലെങ്കിൽ അയാൾക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ഗുണമെന്നാണ് അവർ എക്സിൽ ചോദിക്കുന്ന ചോദ്യം. ഈ ഒരു ഡോക്ടർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്, മഹത്തായ ചോദ്യമാണ്. അപ്പോൾ സാധാരണക്കാർ സ്ത്രീധനം ചോദിക്കുന്നതിൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അവരുടെ നില മെച്ചപ്പെടുത്താൻ അവർ സ്ത്രീധനം ചോദിക്കുന്നതിൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരു ഡോക്ടറുടെ വരുമാനം എത്ര നമുക്ക് ഊഹിക്കാം. പ്രത്യേകിച്ച് എയിംസിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഡോക്ടർക്ക് നല്ല വരുമാനമായിരിക്കും. അത്തരത്തിലുള്ള ഒരാൾ അതൊരു ഡോക്ടറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇത്രയും കോടി രൂപ ചോദിക്കുമെന്ന് പറയുമ്പോൾ അതൊരു നീതിയില്ലാത്തൊരു പ്രവണതയാണ്. അതായത് ഈ 50 കോടി കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടറുടെ മാതാപിതാക്കൾ അവരുടെ മുഴുവൻ ജീവിത സമ്പാദ്യവും അയാൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അയാളുടെ ആ ജീവിത സമ്പാദ്യവും കൊടുത്താലാണ് ഇത്രയും രൂപ ഒരുക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. പുരയിടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അസറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് വേണം ഇത്രയും രൂപ ഉണ്ടാക്കാൻ. അവരുടെ സമ്പാദ്യം മുഴുക്കെ ചേർത്ത് വെച്ചാലേ ഇത്രയും രൂപ സ്ത്രീധനമായിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവസ്ഥ. അവരതിനകത്ത് അത് കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തെലുങ്ക് സമുദായത്തിൽ നടന്നൊരു സംഭവമാണ്. അവർക്കറിയാം ഇത്തരം പ്രവണതകളുണ്ട്, ഇത്രയും രൂപയൊക്കെ നടപ്പിലുള്ള കാര്യമാണ്, ഇത്രയും കൊടുത്താലേ കല്യാണം നടക്കൂ എന്ന വസ്തുത അംഗീകരിച്ചിട്ടാണ് ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങിയത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സാമൂഹിക അവസ്ഥ. ഞാൻ ഈ രാജാവിൻ്റെ കല്യാണത്തെക്കുറിച്ച് വായിച്ചപ്പോൾ വേറൊരു കല്യാണം ഇപ്പോഴത്തെ വർത്തമാനകാലത്തെ ഒരു കല്യാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയായിരുന്നു. എൻ്റെ തുല്യരായ ജോലി നോക്കുന്ന പ്രൊഫഷൻ നോക്കുന്ന വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ 50 കോടി ചോദിക്കുകയാണ്. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഇത്തരം ഡോക്ടർമാർ ഇവർ ജനസേവകരാകുമോ അതോ വേറെ എന്തെങ്കിലും ആവുമോ? അതും കൂടി ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കഥയും കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. സമാധാനപൂർവ്വം ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.